ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻകാലങ്ങളിൽ ചോദിച്ച കണക്കിലെ ചോദ്യങ്ങൾ. അപ്പോൾ കണക്കിലെ ചോദ്യങ്ങൾ സ്ഥിരം പാറ്റേൺ തന്നെയുണ്ട്. മുൻകാല ചോദ്യങ്ങൾ ഏകദേശം എല്ലാം കവർ ചെയ്താൽ നമുക്ക് ഈ മേഖലയിൽ പൂർണ്ണമായുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യങ്ങളായി നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ജേതാവ് LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 22 ആരംഭിക്കുന്നു. ദിശ, ഇത് ഒരു 80 ദിവസ ബാച്ച് കോഴ്സാണ്. +2 ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ ക്ലാസുകൾ നടത്തി വരുന്നത്. ആരംഭം PSC തുടക്കക്കാർക്ക് വേണ്ടി വളരെ വ്യക്തമായ രീതിയിൽ ഈ ഒരു ബാച്ച് കോഴ്സിൽ ക്ലാസുകൾ ആരംഭിച്ചു വരുന്നു. പ്രയാണം, റിസർച്ച് ഓഫീസർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചു വരുന്നു. കൂടാതെ ജേതാവ്, ഇതും LGS മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. ലക്ഷ്യം, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിലെ ക്ലാസുകൾ വളരെ വ്യക്തമായി തന്നെ നടത്തി വരുന്നു. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഇതിലിപ്പോൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളും ധാരാളം നടത്തി വരുന്നു. അതിലെല്ലാം കറണ്ട് അഫയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും വളരെ വ്യക്തമായി നടത്തി വരുന്നു. ഒട്ടനവധി ഓഫേഴ്സ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മികച്ച ഓഫർ ലഭിക്കുവാൻ RACADEMY10 എന്ന കോഡ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു ജോലി കിട്ടട്ടെ. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം 150 - 75 ഡിവിഷൻ 5 × 5. അതായത് നമുക്കിവിടെ ബോട്ട് മാസ് റൂളാണ് വേണ്ടത്. ബോട്ട് മാസ് റൂൾ അത് വേറെ ഒന്നുമില്ല. ഈ ഒരു സിസ്റ്റമാറ്റിക്കിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. B4 ബ്രാക്കറ്റ് O എന്ന് പറയുന്ന ഓഫ്, അതായത് OFF, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും. D4 ഡിവിഷൻ, M4 മൾട്ടിപ്ലിക്കേഷൻ, A4 അഡിഷൻ, S4 സബ്ട്രാക്ഷൻ. നമുക്കിനി ഇവിടെ ഈ ഒരു ടേമിൽ നോക്കാം. ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അതായത് 75/5. 75/5 എത്രയാണ്? 15. ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമുണ്ടോ? ഉണ്ട്. അതായത് ഇവിടെ കിട്ടിയത് × 5, അത് എത്രയാണ്? 75 തന്നെയാണ്. അപ്പോൾ 15 × 5, അതായത് ഇവിടെ × 5 75. ഇനി അഡിഷൻ ഉണ്ടോ? ഇല്ല. സബ്ട്രാക്ഷൻ ഉണ്ട്. അതായത് 150 - ഇവിടെ കിട്ടിയ 75. 150 - 75 എത്രയാണ്? 75 തന്നെയാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ബോട്ട് മാസ് റൂൾ ഒന്ന് എഴുതിയൊന്ന് പഠിക്കുക. ഈ ഒരു മെത്തേഡിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ ഈ മേഖലയിൽ നമുക്ക് പൂർണ്ണ സ്കോർ നേടാൻ സാധിക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു സംഖ്യയുടെ 10% 20 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് പറയുവാണ്. അതായത് 10% എന്ന് പറയുന്നത് എത്രയാ? 20. എങ്കിൽ സംഖ്യ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 100% എത്ര എന്നാണ് ചോദ്യം. X. ഇനി ഒന്ന് ക്രോസ് ചെയ്ത് എടുത്താൽ മതി. അതായത് 100 × 20 = 10 × X. അപ്പോൾ Xൻ്റെ വില കാണാൻ 10നെ താഴെ കൊണ്ടുവന്നാൽ അതിൽ മതി. അപ്പോൾ 100/10. അപ്പോൾ 0 ക്യാൻസൽ. 100 × 2 എത്രയാണ്? 200. ഓപ്ഷൻ C ആണ് ആൻസർ. അപ്പോൾ എന്താണ്? ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഈക്വലായിട്ട് എടുക്കുന്നു. എന്നിട്ട് ആ Xൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അടുത്ത ചോദ്യം 15.05 + 22.015 + 326.150. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണ്, പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം. അതായത് പോയിൻ്റ് എല്ലാം എപ്പോഴും ഒരേ സ്ഥാനത്ത് വരണം എന്ന് ഓർക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം 15.05, അടുത്ത് എഴുതി 22.015.
അടുത്ത് 326 326.150. ഇനി ഈ പോയിൻ്റ് എല്ലാം ഒരേ സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ കുറവുള്ളതുകൊണ്ട് 0 കൊടുത്തു. അത് നമുക്കൊന്ന് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തെറ്റിപ്പോവാണ്ടിരിക്കാൻ. അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞ് വിലയ്ക്ക് വ്യത്യാസമൊന്നും ഇല്ല. ഇനി കൂട്ടുക 5, 11, ശിഷ്ടം 1, 2, 6 2 8, 8 5 13 പോയിൻ്റ് ഉണ്ട്. ശിഷ്ടം 1, 2 4 6 3 363.215 ഉള്ളത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 2 ക്യൂബിന് തുല്യമായത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എല്ലായിടവും 2 ക്യൂബ് കോമൺ ആണ് എങ്കിൽ നമ്മൾ എഴുതി 2 ക്യൂബ് കോമൺ ആയിട്ട് എഴുതിയിട്ട് ബാക്കിയുള്ളത് 1 + 1 + 1 + 1. ഓക്കെ, അപ്പോൾ ഇത് എത്ര കിട്ടി? 2 ക്യൂബ് ഇൻറ്റു 1 + 1 + 1 + 4. അതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 സ്ക്വയർ 4 അല്ലേ? അപ്പോൾ അത് നമ്മൾ ഈക്വലായിട്ട് എഴുതി. ഇനി a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n. അതുപോലെ 2⁵ ആണ് ഇവിടുത്തെ ആൻസർ. അതായത് 3 + 2. അപ്പോൾ 2⁵ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം 500 ഗ്രാമും 5 കിലോഗ്രാമും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ 500 ഗ്രാം നമ്മൾ അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ 500 ഗ്രാം അതുപോലെ എഴുതി. 1 കിലോ എന്ന് പറയുന്നത് 1000 ഗ്രാം. അപ്പോൾ 5 കിലോ എന്ന് പറയുന്നത് 5000 ഗ്രാം. ഇനി നമുക്ക് 2 0 ക്യാൻസലായി. അപ്പോൾ 5:50 എന്ന് വന്നു. 5:50, അതായത് 1:10. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം 5 സംഖ്യകളുടെ ശരാശരി 20. അപ്പോൾ തുക എത്രയാണ്? 5 × 20 100. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ 23 കിട്ടി. അപ്പോൾ 4 സംഖ്യ 4 × 23 എത്രയാണ്? 92. ഇവ തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ ഒഴിവാക്കിയ സംഖ്യ, ഇവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 100 - 92 8. അടുത്ത ചോദ്യം ഒരു ദീർഘചതുരത്തിൻ്റെ വിസ്തീർണം 24 ചതുശ്ര മീറ്റർ. അതിൻ്റെ വശങ്ങൾ ഇരട്ടിച്ചാൽ വിസ്തീർണം എത്ര മടങ്ങായിരിക്കും? അതായത് ഒരു ദീർഘചതുരത്തിൻ്റെ വിസ്തീർണം L × B ആണ്. അതിൻ്റെ വശങ്ങൾ ഇരട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ 2L 2B ആകുന്നു. അതായത് ടോട്ടലി 4ൻ്റെ വ്യത്യാസം. അതായത് ഈ കിട്ടുന്നതിനെ 4 കൊണ്ടൊന്ന് ഗുണിച്ചാൽ മതി. അപ്പോൾ 4 × 24 96. അപ്പോൾ എന്താണ്? സിമ്പിളാണ്, ഒന്നുമില്ല. L × B ആണ് വിസ്തീർണം. അതിൻ്റെ വശങ്ങൾ ഇരട്ടിച്ചു, അതായത് 2L ആയി 2B ആയി. അപ്പോൾ ഈ കിട്ടുന്നതിനെ ഈ 2 × 2ൻ്റെ വ്യത്യാസമല്ലേ വരുന്നത്? അതാണ് ഇവിടുത്തെ ലോജിക്. അടുത്ത ചോദ്യം 24x 42 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ ഒരു സമാന്തര ശ്രേണി തുടർച്ചയായ പദങ്ങൾ കാണാൻ എന്ത് ചെയ്യണം? 24 + 42 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 അത് ബൈ 2. 66/2 33. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ 1340 രൂപ 20 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ പണം ഇരട്ടിയായി. പലിശ നിരക്ക് എത്ര? അപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക ഇരട്ടിയായി എന്ന് പറയുവാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ ചെന്ന് 100 എന്നൊരു സംഖ്യ എഴുതുക. 100 അതേ ബൈ എത്ര വർഷമാണെന്ന് നോക്കുക? 20. അതാണ് ആൻസർ. എത്രയാണ്? 5% ആൻസർ. അപ്പോൾ എന്താണ്? ഒരു സാധാരണ പലിശ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അത് ഇരട്ടിയാകുന്നു എങ്കിൽ അതിൻ്റെ പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്യണം? 100 ബൈ ആ വർഷം.
അടുത്ത ചോദ്യം, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടക്കാൻ 6 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ വേഗത. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്നാണ് ആ ട്രെയിനിൻ്റെ നീളം, അതായത് 120 മീറ്റർ. അതേ ബൈ ടൈം എത്രയാണ്? 6 സെക്കൻഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു 18/5. ഇനി ഒന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി. 2 20 4. അപ്പോൾ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 4 × 18 ചെയ്യുമ്പോൾ 72. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കണക്കിലെ ചോദ്യങ്ങൾ. ഇനിയും ഒട്ടനവധിയുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.